ഇതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റിയ സിംഗറിൻ്റെ SE9185 എന്ന മെഷീൻ്റെ പ്രൊമോ വീഡിയോ ആണത്. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കയറി വാച്ച് ചെയ്യുക. അത് കണ്ടാലേ അതിൻ്റെ കാര്യമുള്ളൂ. കാരണം ആദ്യത്തെ സ്റ്റിച്ചുകളൊക്കെ പറയണത് അതിലാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ പാർട്ട് 2 ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് പോവാം. സാധാ മെഷീൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻസ് ആണ്. ഇപ്പോൾ നോർമൽ മെഷീൻ, അതായത് നമുക്കിത് ഡബിൾ പർപ്പസ് ആണ്. ഫ്രെയിം എംബ്രോയ്ഡറിയും വരാം, ഫൂട്ട് എംബ്രോയ്ഡറിയും ഉണ്ടാവും. നമ്മൾ സാധാ സ്റ്റിച്ച് സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ സാധാ സ്റ്റിച്ച് നമ്മൾ സെലക്ട് ആക്കി ഇതിൻ്റെ ലെങ്ത്തും വിത്തും അഡ്ജസ്റ്റ് ചെയ്യണതാണ്. ഇതിപ്പോൾ നമ്മൾ ലെങ്ത്ത് 5 mm ലെങ്ത്ത് വരും. വിത്ത് നമ്മൾ 6 ഇടുമ്പോഴേ വിത്തിൻ്റെ അത് വരുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ നീഡിൽ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായി. നമുക്ക് റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്കായി. വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഫൂട്ട് നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ചവിട്ടി വിടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്താണ്. നമുക്ക് റിവേഴ്സ് വേണമെങ്കിൽ പ്രസ് ചെയ്തെടുത്താൽ റിവേഴ്സ് വരും. സ്പീഡ് ഇതിലാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്ലോ ആണ്. സ്ലോയിൽ വേണമെങ്കിൽ സ്ലോയിൽ. നിങ്ങൾക്ക് ഫുട്ട് റെസ്റ്റിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ചവിട്ടിക്കൊണ്ട് തന്നെ നിൽക്കണം. ആ, ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ബോബിൻ ചുറ്റുമ്പോഴൊക്കെയാണ് ആ ഓപ്ഷൻ. നമ്മൾ സാധാ പോലെ ചവിട്ടാം. ഫൂട്ടിന് വേറെ ഓപ്ഷൻ നിൽക്കൊന്നും വേണ്ടല്ലോ ആദ്യം. വേണ്ട. ഈ ടെൻഷൻ എപ്പോഴും ഒരു 4 വയ്ക്കുക. ഈ ടെൻഷൻ എപ്പോഴും ഒരു 4 വയ്ക്കുക. അതെ, നമുക്ക് ട്രിമ്മിങ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ നൂല് കട്ട് ചെയ്യണതോ? നമുക്ക് നൂല് കട്ട് ചെയ്യാൻ അത് കാണിച്ചു തരാം. ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അതല്ല നിർത്തണം. ഓട്ടോമാറ്റിക് കട്ടായി പോയി. നമ്മൾ ഈ ബ്ലേഡ് പ്രസ് ചെയ്താൽ പിന്നെ നമുക്കിപ്പോൾ നീഡിൽ പോയിൻ്റ് ഉണ്ട്. നമ്മൾ നിർത്തുമ്പോൾ ഉള്ള നീഡിൽ പോയിൻ്റ് വരും. ഇറങ്ങി മേലെ നീഡിൽ നിങ്ങൾക്ക് കുത്തി നിർത്തിയിട്ട് തിരിക്കാനൊക്കെ എളുപ്പത്തിൽ വേണ്ടി നമ്മൾ നീഡിൽ കുത്തി നിർത്താം. നൂല് വയ്ക്കാം. നീഡിൽ വേണമെങ്കിൽ നമ്മൾ തിരിക്കേണ്ട ആവശ്യം വരില്ല. മേലേക്ക് ആക്കി കൊടുക്കാം. നമ്മളിപ്പോൾ അടുത്ത് 6 ആണ്. നമ്മൾ 6 സെലക്ട് ചെയ്തു. അപ്പോൾ ഫൂട്ട് B പറയുന്നുണ്ട്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് അവർ ഫൂട്ടിൻ്റെ ഫൂട്ട് വരണം. അതെ. ഇപ്പോൾ B എന്നാണ്. ഫൂട്ട് B ആണ്. ഫൂട്ട് B. അതിന് പ്രഷർ തൂക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ അത് വരും. ഇത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് തള്ളിക്കൊടുത്താൽ അതിങ്ങനെ വരും. ഫൂട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ കട്ടിങ്ങിൽ വയ്ക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളതൊരു 6 സെലക്ട് ചെയ്തു. ഇതിൻ്റെ ലെങ്ത്ത് കമ്മിയാക്കണം. ലെങ്ത്ത് കമ്മിയാക്കണം, വളരെ അടുപ്പിച്ച് വരാം. ഇത് നമ്മൾ അതിൻ്റെ ലെങ്ത്താണ് 6 mm വരെ ലെങ്ത്ത് വരും. ഈ ഡിസ്റ്റൻസ് ഇല്ലേ, നമുക്കത് ഇത് വിത്ത്, ഇത് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യില്ലേ നമ്മൾ എത്ര വേണം എന്നുള്ളത്. ഇതിൻ്റെ വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതാവും. മനസ്സിലായോ? ആ, ഇതിലിപ്പോൾ നമ്മളത് വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ വിത്ത് 6 mm വരെ വരും. നമുക്കത് വേണമെങ്കിൽ കമ്മിയാക്കാം. 2.5 വരയ്ക്കുള്ള വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
ഈ സ്റ്റിച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഇതിക്കൊന്നും പോകില്ല അപ്പോൾ അല്ലേ? അതിൽ നിന്നൊന്നും പോകില്ല. എന്ത് ചെയ്യണോ അതിനനുസരിച്ച് അത് വരും. ഇപ്പോൾ ഡബിളായിട്ട് വരികയാണ്. നൂല് ഡബിളായിട്ട് ഡബിളായിട്ട് വരും. നമ്മൾ ഡബിൾ നൂല് കൊടുത്തിട്ടില്ലല്ലോ. അല്ലല്ല, സ്റ്റിച്ച് ഡബിളായിട്ട് വരികയാണ്. സാധാ സ്റ്റിച്ചും ഉണ്ട്. ഇത് നോർമൽ 6 ആണ്. ഇത് നമുക്ക് കുറച്ച് നല്ല ഡിസ്റ്റൻസ് വളരെ കമ്മിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിനെ നമുക്ക് വീതി കമ്മിയാക്കണമെങ്കിൽ വീതി കമ്മിയാക്കാം. വീതി കൂടിയിട്ട് വീതി കയറുമായിട്ട് കൂടി വന്ന് മുപ്പത് വീതി കുറച്ച് ഡിസ്റ്റൻസ്. ഇത് ഡബിൾ സ്റ്റിച്ച്. അതിൻ്റെ എല്ലാം ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഏതാ വേണ്ടത്. നമ്മളടുത്ത് സെക്കൻഡ് അതിൽ എംബ്രോയ്ഡറി ഡിസൈൻസ് വരും. അതും ഇതേപോലെ നമ്മൾ 7 ടൈപ്പ് ബട്ടൺ ഹോൾ വരും. 7 ടൈപ്പ് ബട്ടൺ ഹോൾ വരും. ഇതിലിപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ കുറേ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും. മാറ്റിനനുസരിച്ച് ഡിസൈൻസ്. നമ്മളിപ്പോൾ ഈ ചെയ്ത് രണ്ടിലാണ് നമ്മൾ എല്ലാ ഡിസൈൻസും അതിലാണ് കിടക്കുന്നത്. പിന്നെ 1 3 ഡിസൈൻസ്. സെക്കൻഡ് എടുത്ത സെക്കൻഡിൽ കാണിച്ചു തരാം. ബട്ടൺ ഹോൾ 3ലാണ്. ബട്ടൺ ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫൂട്ട് മാറ്റണം. ഇത് സിംഗിൾ സ്റ്റെപ്പ് ബട്ടൺ ഹോളാണ്, ഒറ്റ സ്റ്റെപ്പിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ബട്ടൻ്റെ സൈസ്. ഇതിൽ നമ്മൾ ഏത് ബട്ടൺ എത്ര വലിയ വലിപ്പമുള്ള ബട്ടൺ വെച്ചാലും ആ ഷേപ്പിനനുസരിച്ചുള്ള ബട്ടൺ ഹോൾ വരും. ബട്ടൺ വയ്ക്കണം, സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാം. അത് വരും. അതിന് നമ്മൾ ലെങ്ത് വീതി വേണമെങ്കിൽ വീതി കമ്മിയാക്കാം. വീതി വേണമെങ്കിൽ ഇവിടെ ഒരു ലിവർ വരും. വേറെ ലിവറുണ്ട്. ഇത് ഫുള്ളായിട്ട് താഴ്ത്തിയിട്ട് ഫുള്ളായി താഴ്ത്തി വയ്ക്കുക. അതാണ് അതിൻ്റെ സെൻസർ. അത് വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പോയിട്ട് വരില്ല. ഇതിനെ നിലയ്ക്കാക്കുക. ബ്ലേഡാണ്. കുറച്ച് വലിപ്പം കൂട്ടി അളവാണത്. ഈ ബട്ടൻ്റെ അളവാണത്. ഇനി നമ്മൾ ഇത് ലെങ്ത്ത് കൂട്ടി, ബട്ടൻ്റെ സൈസ് കൂട്ടി, ബട്ടൻ്റെ സൈസ് കൂട്ടി. ബട്ടൺ വേറെ വെച്ചാ ഇല്ല, നമ്മൾ സൈസ് കൂട്ടിയുള്ളൂ. വെക്കണം എന്നില്ല, വെട്ടണം എന്നില്ല. നമ്മളൊരു അളവ് വെച്ചാൽ മതി.
കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടൺ വയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ബട്ടൺ ഏതാണെന്ന് വെച്ചാൽ വെക്കണം. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരും. ഏത് ബട്ടണാണെങ്കിലും വെച്ചാൽ മതി. ആ അളവ് വരും. ഫുട്ട് ചെയ്ത് കണ്ടോ അവിടെ അപ്പം തന്നെ സെൻസർ വന്നു. ഇത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് ആ ബട്ടൺ ഹോൾഡ് ആ ലിവർ നമ്മൾ താഴ്ത്തിയിട്ടില്ല. എന്ത് അവിടെ കാണിക്കും ഡിസ്പ്ലേ ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നോക്കണം. പിന്നെ അതിൻ്റെ ഏത് ഫൂട്ടാണെന്ന് കാണിക്കും. നീളം കൂടി നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നീളം വീതി കൂട്ടാം. ഡി അല്ലേ